നമസ്കാരം. ദ പാത്ത് ടു ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ആ തത്വത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. അഹിംസ പരമോ ധർമ്മ എന്നുള്ള ഒരു ശ്ലോകമുണ്ട്, വേദത്തിൽ നിന്നുള്ളൊരു ശ്ലോകമാണ്. അപ്പം അത് ആ ശ്ലോകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം അഹിംസ പരമോ ധർമ്മ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ധർമ്മ അഹിംസ തഥൈവചാണ്, ധർമ്മഹിംസ തഥൈവച. അതായത് ധർമ്മത്തിനായിട്ടും ഹിംസ ചെയ്യുന്നതും അതും ശരി തന്നെയാണ്. അപ്പോൾ അഹിംസ പരമോ ധർമ്മ, ഏറ്റവും പരമമായിട്ട് ധർമ്മം അഹിംസയാണെങ്കിലും ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മം നിലനിർത്താനായിട്ട് ഹിംസ ചെയ്യുന്നതും ശരി തന്നെയാണ്, അതും ധർമ്മം തന്നെയാണ്. ഇപ്പോൾ രണ്ട് ഡയമെൻഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിജി ഈ ശ്ലോകത്തിൻ്റെ ഒരു ഭാഗം മാത്രം ആണ് യൂട്ടിലൈസ് ചെയ്തത് എന്നാണ് പറയുന്നത്, പരക്കെ പറയപ്പെടുന്നത്. ശരി തന്നെയാണ്. പക്ഷെ മഹാത്മാഗാന്ധിജി അത് റെക്കഗ്നൈസ് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള അഹിംസ സാധ്യമല്ല, യൂക്ലിഡിയൻ ജോമെട്രിയിലെ സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. അപ്പോൾ ആ പരമമായിട്ട് സ്റ്റേറ്റിൽ എത്തുന്നത് വരെ നിരന്തരമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിരന്തരമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ലാലാജി മഹാരാജ് കോൺവെർസേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് പരാമർശിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന മാർഷൽ റോസൻബർഗിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട് ഹാർട്ട്ഫുൾനെസ്സിന്. നോൺ വയലൻ്റ് ആയാൽ മാത്രം പോരാ, ഹാർട്ട്ഫുൾ കൂടിയാവണം എന്നാണ് സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ട് ദാജി പറയുന്നത്. നമ്മുടെ ഹൃദയം അവിടെ കൊണ്ടുവരണം. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, അവിടെ കൂടിയാണ് സ്നേഹം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നോൺ വയലൻ്റ് ആയ മാത്രം പോരാ, അവിടെ കമ്പാഷൻ വരണം എന്ന് ദാജി ഊന്നി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിനെ ധർമ്മം എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും
നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഭഗവത്ഗീതയിൽ ഉടനീളം ഭഗവാൻ ഇത് പരാമർശിക്കുന്നുണ്ട്. നീ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യാതെ പ്രോഗ്രസ് സാധ്യമല്ല. അപ്പോൾ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ചെറിയൊരു വയലൻസ് അവിടെ വരും. അർജുനോട് യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വാർ എന്നുള്ള അർത്ഥത്തിലെടുത്താലും ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു എക്സ്പ്രഷൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വയലൻസ് ഉണ്ട്. നമ്മുടെ നോർമലായിട്ട് നിൽക്കുന്ന കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. ആ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കരുതെന്നാണ്. അതാണ് ലാലാജി മഹാരാജ് ഇവിടെ പറയുന്നത്. The technique of developing softness is to create extreme humility in temperament, so that it is filled with such a sentiment of love as to have no inclination to cause any hurt to anyone's heart, and the words are also such as not to hurt anyone's heart in the least. വേദനിപ്പിക്കാതെ നമ്മുടെ ഈ അഹംബോധത്തിൻ്റെ പുറംമൂടി നമ്മൾ ഡിസോൾവ് ചെയ്ത് വരികയാണ്. നമ്മുടെ ബോധതലം എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും വേദനിപ്പിക്കുക എന്നുള്ള ഇൻറ്റൻഷൻ കൂടി പാടില്ല എന്നാണ് ലാലാജി മഹാരാജ്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യം ആവുക? അവിടെയാണ് സഹജമാർഗം അത്ഭുതം സൃഷ്ടിക്കുന്നത്. നമ്മൾ പുറമേക്ക് കാണിക്കേണ്ട ആ ആങ്കറിനെ ഉള്ളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള പ്രവണതകളെ എടുത്തു കളയും. ആങ്കറിനുള്ള പ്രവണതകൾ, ടെൻഡൻസീസിനെ എടുത്തു കളയും. ശുദ്ധീകരണം, ക്ലീനിങ്, അന്ധക്കരണ ശുദ്ധീകരണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ സാക്രിഫൈസാണ്. കാരണം നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള സംസ്കാരങ്ങൾ എന്നുള്ള സീഡ്സിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ടാവും. ഐഡിയാസൊക്കെ മാറ്റി നിർത്തിയിട്ട് ബോസിൻ്റെ ഐഡിയ വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ നമ്മുടെ ഐഡിയ സമർപ്പിച്ച് കാത്തിരിക്കുന്നു. അവിടെയാണ് സഹജമാർഗം ഡിഫറൻ്റ് ആവുന്നത്. നമ്മൾ മാസ്റ്ററുടെ എസൻസ് ആയിട്ട് പ്രാണാഹുതി ഉപയോഗിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സിലബസ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാം, ഒരു ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള എക്സ്പീരിയൻസസിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് നമ്മുടെ ഉള്ളിൽ സീഡ്സ് ആയിട്ട് സംസ്കാരാസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ലാതെ എടുത്തു കളയണം. എടുത്തു കളയുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുക, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. അതാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അദ്ദേഹം അത് സ്നേഹമായി ട്രാൻസ്ഫോം ചെയ്യും. അവിടെ ഒരു സറണ്ടർ ഉണ്ട്. നമ്മൾ നോക്കുന്നില്ല എന്താണ് അവിടെ പോകുന്നത് എന്ന് നമ്മൾ നോക്കുന്നില്ല. കണ്ണടച്ചിരിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ വിധത്തിലും മാലിന്യങ്ങളും സ്ഥൂലതകളും എല്ലാം സങ്കീർണതകളും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഡിവൈൻ ഗ്രേസ് വന്ന് നിറയുകയാണ്. അവിടെ വേക്കൻ്റായി വിടെയല്ല, അദ്ദേഹത്തെ വരാൻ അനുവദിക്കുകയാണ്. എൻ്റേതായിട്ടുള്ള ഒരു തടസ്സവും കൂടെ ഇല്ല, ഞാൻ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഹിംസയുടെ പോസിറ്റീവായിട്ടൊരു യൂട്ടിലൈസേഷൻ അവിടെ വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പുറമേ ഹിംസ കാണിക്കുന്നതിന് മുമ്പ് സ്വയം ആ ശക്തി ഉപയോഗിച്ചിട്ട് സ്വയം കറക്റ്റ് ചെയ്യും. അപ്പോൾ പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടി വരില്ല. ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, പുറമേയുള്ള പൊല്യൂഷൻസിൻ്റെയൊക്കെ കാരണം ഉള്ളിലുള്ള പൊല്യൂഷനാണ്. നമ്മൾ ഈ കൊണ്ടുവരുന്ന നമ്മുടേതായിട്ടുള്ള ഐഡിയാസ്, അതാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ആ മഹാത്മാഗാന്ധിജി ഈ ഒരു കാര്യം കൊണ്ടുവരാനായിട്ടാണ് സത്യാഗ്രഹം, ഒരു ഫാസ്റ്റിംഗ് ഉണ്ട്, ഉപവാസം. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു വയലൻ്റ് ആയിട്ടൊരു മെത്തേഡാണ് ഫാസ്റ്റിംഗ്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ വ്രതവും അതുപോലെ ഒരു വയലൻസ് ആയിരുന്നു. ഒരുപക്ഷെ ശുദ്ധീകരണം, സഹജമാർഗത്തിൽ ശുദ്ധീകരണം ലഭിച്ചിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വളരെ അധികം വിൽപോർ വേണ്ടി വരുന്ന കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യബോധത്തെ നമ്മൾ തീർച്ചയായിട്ടും പ്രൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതാണ് അദ്ദേഹത്തെ ഉയർത്തുന്നത്, അദ്ദേഹത്തെ മഹാത്മാവാക്കിയത്. അദ്ദേഹം യാതൊരു സംശയമില്ല മാസ്റ്ററിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യബോധം. അപ്പോൾ പുറമേക്ക് ആരെയും വേദനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈ മാലിന്യങ്ങളെ എടുത്ത് കളയും. അതിനുള്ളൊരു വഴിയാണ് ഉപവസിക്കുക. അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യില്ല, ഞാൻ ഈശ്വര സ്മരണയിലിരിക്കും. പ്രത്യാഹാര എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു. ആഹാരങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഇന്നറായിട്ടുള്ള ആഹാരത്തിലേക്ക്, ഈശ്വരനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിനെ പ്രത്യാഹാരം എന്ന് പറയുന്നു. ആ പ്രത്യാഹാരത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഉപവാസം. അപ്പോൾ സഹജമാർഗത്തിൽ പ്രാണാഹുതി ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ആ തരത്തിലുള്ള
ബുദ്ധിമുട്ടുള്ള വഴികൾ ആവശ്യമില്ല. ലളിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കും. വലിയൊരു റെവല്യൂഷണറി പ്രോസസ്സാണ്. അപ്പോൾ ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ലാലാജി മഹാരാജിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. ശരിക്കും നമ്മൾ നമ്മുടെ ഈ സംസ്കാരങ്ങളിൽ നിന്ന് സീഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വയം വേദനിക്കുകയാണ്, നമ്മൾ മിസറി അനുഭവിക്കുകയാണ്. കാരണം നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. നമ്മൾ ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ ഒന്ന് തിരിഞ്ഞാൽ മതി. ആ ഒരു ചെറിയൊരു ഡൈവേർഷൻ മാത്രം, ആ ഒരു ചെറിയൊരു വിൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ മിസറീസും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ, ഒരു അസുഖം മാറാനായിട്ട് മരുന്ന് കഴിക്കുന്ന പോലെ അതിൻ്റെ ആ ചെറിയ കയ്പ്പ് അനുഭവിച്ച് കഴിഞ്ഞാൽ അസുഖം മാറും. ഞാനത് കഴിക്കില്ല പറഞ്ഞാൽ അസുഖം ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ടേണിങ് വളരെ ചെറിയൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു അഭ്യാസിയാവുക, സാധന തുടങ്ങുക എന്നുള്ളൊരു പ്രോസസ്സ് തുടങ്ങുമ്പോഴേക്കും നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും അവർ മാറ്റുന്നു. ത്രായതോ മഹതോ ഭയാത് സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സഹജമാർഗം, ഹാർട്ട്ഫുൾനെസ്. നമുക്ക് ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.